welcome back to Mr.Tech Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് Honor 8Cയുടെ അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ആണ്. വീഡിയോയിലോട്ട് കൂടെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ശരി, വീഡിയോയിലോട്ട് പോകാം. വൺസ് മോർ വെൽക്കം ബാക്ക് ടു Mr.Tech Malayalam. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ സാധനം. നല്ലൊരു പാക്കിംഗ് ഒക്കെ തന്നെയായിരുന്നു. ഇത് ഞാനിപ്പോൾ ആദ്യം ഒരാഴ്ച അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതാണ്. വാങ്ങിയപ്പോൾ തന്നെ ഒരാഴ്ച അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ ബാക്കിൽ നമുക്ക് സ്പെസിഫിക്കേഷൻസ് ഒക്കെ കാണാം. 4 GB റാം, അതുപോലെ തന്നെ 22 GB റോം, ഡിസ്പ്ലേയുടെ സൈസും, പിന്നെ അതുപോലത്തെ ഫോണിൻ്റെ പല സ്പെസിഫിക്കേഷൻസും, അതുപോലെ തന്നെ ക്യാമറയുടെ MBസും അല്ലാതും ഈ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം, അതായിരിക്കും നല്ലത്. ലാസ്റ്റ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അപ്പോൾ നോക്കാം. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടുന്നത് ഫോണാണ്. ഫോണിപ്പോൾ ഞാൻ എടുത്ത് ഇവിടെ വെക്കുന്നുണ്ട്. നമുക്കത് ലാസ്റ്റ് നോക്കാം, ഫോണിലേക്ക് ലാസ്റ്റ് വരാം. പിന്നെ കിട്ടുന്നത് ഒരു ബോക്സാണ്. ബോക്സിനുള്ളിൽ നമുക്കൊരു കേസും, പിന്നെ ആദ്യം കിട്ടുന്നത് ഒരു യൂസർ മാനുവലാണ്. ഫോണിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ മാനുവൽ. അതുപോലെ തന്നെ ഒരു വാറൻറ്റി കാർഡും ഈ ഫോണിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. 1 ഇയർ വാറൻറ്റി ഉള്ളൊരു കാർഡും, പിന്നെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറും അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലെക്സിബിൾ കേസ്, ട്രാൻസ്പെറൻ്റ് ആയൊരു ഫ്ലെക്സിബിൾ കേസ് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നല്ലൊരു കേസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചാർജിങ് അഡാപ്റ്റർ, 5 വോൾട്ട് ചാർജിങ് അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. 2 വോൾട്ട് തൊട്ട് 5 വോൾട്ട് വരെ ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ കേബിൾ, നമുക്ക് ചാർജ് ചെയ്യാനുള്ള മിനി USB പോർട്ടുള്ള ഡാറ്റ കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഫോണിലോട്ട് വരാം. ഫോണിലോട്ട് വരുമ്പോൾ നല്ല കൈ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ലുക്കും, അതുപോലെ തന്നെ നല്ല ഫീൽ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇതിന് നമുക്കൊന്ന് ഓണാക്കി നോക്കിയിട്ട് പറയാം. ഓണാക്കി എല്ലാം സെറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഇതിനെ പറ്റിയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വിക്ക് റിവ്യൂലോട്ട് പോകാം നമുക്ക്. അപ്പോൾ ഗൈസ്, എല്ലാവരും ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ക്വിക്ക് റിവ്യൂലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടമായത് ഇതിൻ്റെ ബിൽഡ് തന്നെയാണ്. ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിലും നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ ഇത് 1 ഹാൻഡഡ് അല്ല, പക്ഷേ നമുക്ക് ഇതിലൊരു ഫീച്ചർ നൽകുന്നുണ്ട്. നമുക്ക് 1 ഹാൻഡഡ് മോഡ് ഇട്ട് നമുക്കിത് 1 ഹാൻഡഡ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സിം പോർട്ടിനെ കുറിച്ചാണ്. ഇവിടെ ഇതിൽ നമുക്ക് രണ്ട് സിമ്മും പിന്നെ എക്സ്റ്റേണൽ സ്റ്റോറേജ് നമുക്ക് ഇതിൽ നൽകാൻ പറ്റും. 252 വരെ നമുക്ക് ഇതിലെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഇടാൻ പറ്റും. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിനെ കുറിച്ചാണ്. നമുക്ക് കൈ എത്താവുന്ന കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ഒരു ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 632 പ്രൊസസ്സർ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റാം നോക്കുമ്പോൾ 4 GB റാമും, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 32 GB ഇൻ്റർണൽ സ്റ്റോറേജും, പിന്നെ നമുക്ക് 64 GB ഇൻ്റർണൽ സ്റ്റോറേജ് വേറെ ലഭിക്കുന്നുണ്ട് വേറെ ഫോണിൽ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 32 GB-യുടേതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ ഏതൊക്കെ വരുന്നത് വെച്ചാൽ ബ്ലൂ വരുന്നുണ്ട്, ഗോൾഡനും വരുന്നുണ്ട്, ബ്ലാക്കും വരുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡും അൺലോക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് ID ലഭിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. നമ്മൾ വെക്കുമ്പോഴത്തേനും വളരെ ഫാസ്റ്റായിട്ട് അത് അൺലോക്ക് ആകുന്നുണ്ട്. പിന്നെ പറയാന്ന് വെച്ചാൽ നമുക്ക് ഫേസ് ID നമുക്ക് 2 ഓപ്ഷൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. ഒന്ന് സ്വൈപ്പ് അൺലോക്കും, അതുപോലെ തന്നെ ഡയറക്റ്റ് അൺലോക്കും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് അൺലോക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ഫോൺ ഡിറ്റക്ട് ചെയ്ത അപ്പം തന്നെ ഡയറക്റ്റ് ആയിട്ട് അത് അൺലോക്ക് ആവുന്നതാണ്. പിന്നെ സ്വൈപ്പ് ആണെങ്കിൽ നമ്മളെ ഫേസ് ഡിറ്റക്ട് ആയതിനു ശേഷം ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അൺലോക്ക് ആവുകയുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ചാണ്. ബാറ്ററി നമുക്ക് 4000 mAh ബാറ്ററി ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 6.3 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. പിന്നെ ഇത് HD ഡിസ്പ്ലേ ആണ്. പക്ഷെ ഞാൻ അതിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഫുൾ HD ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പക്ഷെ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയ്ക്ക് വരുമ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ ഡുവൽ ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് 13 മെഗാപിക്സലും അതുപോലെ തന്നെ 2 മെഗാപിക്സലുമാണ് ഫ്രണ്ട് ബാക്ക് ക്യാമറയിൽ നൽകിയിട്ടുള്ളത്. പിന്നെ സിംഗിൾ ഫ്ലാഷും നൽകിയിട്ടുണ്ട്.
പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ വരുമ്പോൾ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ സിംഗിൾ ഫ്ലാഷ് അവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ AI ക്യാമറ അവൈലബിൾ ആണ്. AIയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിന് ഒന്നുകൂടി അട്രാക്ഷനായി സാച്ചുറേഷനും ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ഈ സിസ്റ്റം ഒന്ന് നമുക്ക് അട്രാക്റ്റായി അത് എഡിറ്റൊക്കെ ചെയ്ത് തരുന്നതാണ് ഈ AI മോഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു ഈ പ്രൈസിന് പറ്റിയ നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ക്യാമറയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും ഈ ഫോണിൻ്റെ റിവ്യൂ അൺബോക്സിംഗ് ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി ഫോണാണ്, നല്ല ലുക്കും നല്ല ഒരു ഫിനിഷിംഗ് ഒക്കെ ഉള്ള നല്ലൊരു ഫോൺ തന്നെയാണിത്. ഗെയിമൊക്കെ കളിക്കാൻ അത്യാവശ്യം നല്ല സ്പീഡും ഒക്കെ ഉണ്ട്. ഇപ്പോൾ 10,000 രൂപക്ക് താഴെ വാങ്ങാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയാണ്, നല്ലൊരു ബഡ്ജറ്റ് ഫോണാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. ക്യാമറമാൻ റിസ്വാനോടൊപ്പം ഇറ്റ്സ് മീ മിഹ്റാജ് സൈനിങ് ഓഫ്. ബൈ ബൈ.